അത് എന്താ അർത്ഥത്തിലായി പറയുന്നത്? അത് ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല്, കവിനെയും നിലയെയും നല്ല സുഹൃത്തുക്കളാക്കണമെന്ന് ഞാൻ വിചാരിച്ചത് വേഗം നടക്കുമെന്നാ തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയായിരുന്നോ? ഞാൻ വേറെ എന്താണെന്ന് കരുതി കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. മോനെ, നീ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവരുത്. കവിന്റെ അച്ഛൻ ഒരു നല്ല വ്യക്തിയായിട്ടാ കാണും എനിക്ക് തോന്നുന്നത്. ആ, ഞാൻ നല്ല വ്യക്തിയൊക്കെ തന്നെയാ. പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. സാരമില്ല മോനെ, അതൊരു പ്രശ്നേ ആക്കണ്ട. ആ ശരി, കവിന്റെ അടുത്തൊന്ന് ഫോൺ കൊടുക്കാവോ? അവൻ എന്ത് മൂഡിലാണെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. മോനെ, കവിൻ നല്ല ജോളിയായിട്ട് ചിരിച്ചുകൊണ്ട് എന്റെ മകളുടെ കൂടെ കളിച്ച് ക്ഷീണം കൊണ്ട് തല മടിയിൽ വെച്ച് കിടന്നുറങ്ങ. ഇപ്പൊ ഉറങ്ങുന്ന മോനെ ഉണർത്തി ഫോൺ കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. ആ വേണ്ട വേണ്ട, എണീപ്പിക്കണ്ട. അവൻ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. അവൻ പകൽ ഉറങ്ങുന്നതൊക്കെ വളരെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അതെന്താണെന്ന് അറിയാത്തത്. അമ്മയുടെ ലാളനേക്കാളും വലുത് വേറെ വല്ലതുണ്ടോ? എത്ര വലിയ ആളായാലും അമ്മയുടെ മടി കിടന്നാ താനെ ഉറങ്ങിക്കോളും. ശരി ശരി, അപ്പൊ ഞാൻ വൈകിട്ട് വന്ന് കവനെ കൂട്ടിക്കൊണ്ട് വന്നോളാം. അതിനിടയിൽ അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മാത്രം മതി, ഞാൻ വന്ന് കൂട്ടിക്കോളാം. അയ്യോ, തിരിച്ചിങ്ങോട്ട് വരൂന്നാണല്ലോ പറഞ്ഞത്. വരാ പാടില്ല. മോനെ മോനെ ഞാനൊരു കാര്യം പറയട്ടെ. വൈകുന്നേരം മോൻ ഇങ്ങോട്ട് വരേണ്ട ഒരു നിർബന്ധമില്ല. ഞങ്ങള് കവിനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം, പോരെ? എന്താ? ശരി, അവൻ പോണെന്ന് പറയുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടാക്കിയാലും മതി, ഒരു പ്രശ്നമില്ല. ശരി മോനെ, എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ? ആ ശരി ശരി ശരി, വെച്ചോളൂ. ഓക്കെ. ഓ എന്റെ ദൈവമേ. ഇത്ര വലിയ ചെറുക്കനായിട്ടും എപ്പോഴും വിരല് കുടിച്ചോണ്ട് കിടക്കുക. അമ്മേ, എത്ര വലിയ കുഞ്ഞായി, ഇപ്പോഴും അവൻ വിരല് കുടിക്കാമേ. നിന്റെ മടി കിടന്നുറങ്ങണത് സ്വന്തം മോനാണെന്ന് നീ അറിയുന്നില്ലല്ലോ വിജി. എത്രയും വേഗം കവി നിന്റെ മോനാണെന്ന് നീ അറിയും. അന്ന് നിനക്ക് സന്തോഷം ഉണ്ടാവും. അമ്മേ, എന്തു പറ്റി? കരയുവാണ്? അയ്യോ, നമ്മള് കണ്ടുപിടിച്ചല്ലോ. ഏയ്, ഞാൻ കരയൊന്നുമല്ല. പിള്ളേര് ഉറങ്ങാം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്തിനാ ഇപ്പൊ കരയുന്നേ? അല്ല മോളെ, എനിക്ക് എന്താ വട്ടാണ് വെറുതെ ഇരുന്ന് കരയാനായിട്ട്. കണ്ണില് പൊടി വീണിട്ട് അതൊന്നും എടുക്കാൻ നോക്കിയപ്പോ കണ്ണീന്ന് വെള്ളം വന്നതാണേ, വേറൊന്നുമില്ല. വേറൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല മോളെ. പിള്ളേര് ഉറങ്ങുമല്ലേ, നീ വെറുതെ ഒച്ച ഉണ്ടാക്കി എണീപ്പിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. എടാ കവിൻ, എന്തു പറ്റി? നീ എന്താ പെട്ടെന്ന് എഴുന്നേറ്റെ? കിടന്നോ കിടന്നോ? ഞാൻ ഇപ്പോഴും ഇവിടെയാണോ? എനിക്ക് എന്റെ വീട്ടിൽ പോണം. എടാ, കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോന്നേ. ഞാൻ എത്ര നേരം ഇവിടെ ഇരിക്കും? ദേവി, ഇത് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. കവിൻ മോനെ, കുറച്ച് സമയം കൂടി ഇരിക്കും. നിന്റെ അമ്മ ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ. എന്താ എന്റെ അമ്മയെന്നോ? അയ്യോ, നിന്റെ അമ്മ എന്നാണോ നീ ചെവി കേട്ടത്? അതെ, അങ്ങനെ കേട്ടത്. നിലയുടെ അമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ? കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരേന്ന് ചോദിച്ചതാ. നിന്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മേ, എനിക്ക് അങ്ങനെ തന്നെയാ കേട്ടത്. ഇതാണ് ഇപ്പൊ ഇവിടെ പ്രധാനം. എനിക്ക് എന്റെ
വീട്ടിൽ പോണോന്ന് പറയുമ്പോ ഞാൻ കേട്ടതും കേൾക്കാത്തതിനെ പറ്റി ചോദിച്ചോണ്ടിരിക്കുക.